പരിശുദ്ധമായ റമളാൻ അവസാനത്തെ വെള്ളിയാഴ്ചയാകാനാണ് സാധ്യത. നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ റമളാനെ വേണ്ടവിധം നാം സ്വീകരിച്ചുവോ എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. നീണ്ട ഒരു മാസം ത്യാഗത്തിൻ്റെയും ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും വിളനിലമായ പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്നും വിട പറയുമ്പോൾ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മിലേക്ക് വന്ന ഈ അതിഥിയെ എത്രമാത്രം നമുക്ക് സൽക്കരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരോടും ചോദിക്കേണ്ടതാണ്. സ്വന്തം മനസാക്ഷിയോട് തന്നെ ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരുടെയും ജീവിതത്തിൽ ചുഴിഞ്ഞന്വേഷിക്കാനുമല്ല, ആരും തൂക്കി നോക്കേണ്ട കാര്യവുമില്ല. ഓരോരുത്തരും പരമാവധി പരിശ്രമിച്ചു, അതിനുവേണ്ടി സാധ്യമാം വിധം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഇനി അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിൻ്റെ വിധിയും അതിൻ്റെ വിചാരണയും അതിൻ്റെ കൂലിയും. നന്മകളും പരിശുദ്ധിയും എടുത്തു പറഞ്ഞുകൊണ്ട് ആരെയും നമുക്ക് കുറ്റപ്പെടുത്തേണ്ടതില്ല. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുകൊണ്ട് അവർ നന്മകൾ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൻ നജ്മിൽ 32-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. നിങ്ങൾ ആരും സ്വയം പ്രശംസിക്കണ്ട, ഞാൻ മികച്ചവനാണ്, എൻ്റെ റമളാൻ ധന്യമാണ് എന്നൊന്നും നാം വിലയിരുത്തണ്ട. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവൻ? അത് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഒരാളുടെയും ജീവിതം കണ്ടുകൊണ്ട് നമുക്ക് വിലയിരുത്തുവാനുള്ള മാനദണ്ഡമോ അളവുകോലോ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്വീകരിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളും തേട്ടവുമായിരിക്കണം വിശ്വാസികളെ ഇനിയുള്ള നാളുകളിൽ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ആദ്യമായി വഫാത്തായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നാം പലവരും കേട്ടതാണ്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവായിരുന്നു മദീനയിൽ ആദ്യമായി വഫാത്തായ മുഹാജിർ. അദ്ദേഹം മരണവാർത്ത അറിയുന്ന മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്തിനെ കാണുവാനായി വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ സമയത്ത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നാം വായിക്കുകയാണ്, റഹ്മത്തുള്ളാഹി അലൈക് അബസ്സായിബ് ഫശാഹദതി അലൈക് ലഖദ് അക്രമകല്ലാഹ്. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അബസ്സായിബിന് അഥവാ ഉസ്മാൻ ഇബ്നു മൽഊന് അല്ലാഹു തആല നന്മ ചെയ്യട്ടെ, അള്ളാഹു എത്ര ആദരിച്ച വ്യക്തിയാണ് ഈ കിടക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന ഭാര്യ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ്. എന്നിട്ട് ഉമ്മുൽ അലയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വമാ യുദ്രീക്, എങ്ങനെയാ നിനക്ക് പറയുവാൻ സാധിക്കുക? അന്നല്ലാഹ ഖദ് അക്റമഹു, നിശ്ചയമായും അല്ലാഹു തആല ആദരിച്ച വ്യക്തിയാണെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ സാധിക്കുന്നു ഉമ്മുൽ അല? മഹദിയായ ഉമ്മുൽ അലയുടെ മറുപടി, യാ റസൂലല്ലാഹ് ഫമൻ യുക്രിമുഹുല്ലാഹ്, പിന്നെ ആരെയാണ് അല്ലാഹു തആല ആദരിക്കുക? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, വല്ലാഹി ഇന്നി ലഅർജു ലഹുൽ ഖൈർ, അല്ലാഹുവിങ്കിൽ നിന്നും നന്മകൾ പ്രതീക്ഷിക്കുകയാണ്, നന്മ ആഗ്രഹിക്കുകയാണ്. ഇത് മാത്രമാണ് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാനൊരു പ്രവാചകനാണ്, റഹ്മാനായ റബ്ബ് നാളെ എന്നെ എന്ത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എന്നുള്ള പ്രസ്താവ്യം കേൾക്കുമ്പോഴേക്കും മഹദി ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഇനി ഒരാളെയും ഞാൻ തസ്കിയത്ത് അഥവാ പരിശുദ്ധി പ്രാപിച്ചയാളാണെന്ന് ഞാൻ പറയുകയില്ല എന്ന് മഹദി ഉമ്മുൽ അലാ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, അതാണ് നമ്മുടെ ജീവിതം. നാം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യപ്പെടണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾ,
നമുക്കറിയാം 3 പേരുടെ ചരിത്രം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഖുർആൻ പാരായണം ചെയ്യുകയും നന്നായി അതിനെ മനസ്സിലാക്കുകയും ചെയ്ത ഒരു ഖാരി. രണ്ടാമത്തെ ഒരാൾ പ്രവാചകർ പറയുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യൻ. മൂന്നാമത്തെ ഒരാളെ പ്രവാചകൻ പറയുകയാണ് ധനം പാവങ്ങൾക്ക് വേണ്ടി നൽകിയ ഒരു ധനാഢ്യൻ. ഈ 3 പേരുടെയും ലക്ഷ്യം സ്വർഗമാണ്. പരലോകത്ത് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ആ 3 പേരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കർമ്മങ്ങളെയൊക്കെ ധൂളികളാക്കിക്കൊണ്ട് അവരെ നരകത്തിലേക്ക് വിടുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അവരുടെ നിയ്യത്ത് ശരിയായില്ല എന്നാണ്. അവർ പറഞ്ഞതൊക്കെ സത്യമാണ്. നല്ല ഖുർആൻ പാരായണമുള്ള ജനങ്ങളെ മാർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചയാളാണ്. ദീനിന് വേണ്ടി ഷഹീദായ ആളാണ്. പക്ഷെ എല്ലാം അവരുടെ ദുനിയാവുമായിട്ടുള്ള നിയ്യത്തായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ പ്രകടനപരത ശുർക്കാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ആൾക്കാരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അവരെ നരകാവകാശികളാക്കി മാറ്റിയെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ഇതാണ് വിശ്വാസികളെ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഇനിയുള്ള സമയങ്ങൾ വളരെ അമൂല്യമാണ്. നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധ റമളാൻ, ആ റമളാൻ നമ്മോട് പറഞ്ഞ തഖ്വ നേടിയെടുക്കുവാനുള്ള ആ ഒരു സമയം കണ്ടെത്തിയോ എന്നുള്ള ഒരു ആത്മവിചിന്തനമാണ് നമുക്ക് വേണ്ടത് സഹോദരങ്ങളെ. നോമ്പും ഖുർആനും നമ്മുടെ ശുപാർശകരാണോ എന്നുള്ള ഒരു പരിശോധന നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നോമ്പും ഖുർആനും പറയുമെന്നാണ് ഐ റബ്ബ് മനഅതഹു തുആമ വശഹവാതി ബിന്നഹാർ. നോമ്പ് പറയുമെന്നാണ് എനിക്ക് വേണ്ടി അവൻ്റെ ഇച്ഛകളെയൊക്കെ ഒഴിവാക്കിയെന്നാണ്. അതുപോലെ തന്നെയാണ് ഖുർആനും പറയുമെന്നാണ് എനിക്ക് വേണ്ടി രാത്രി അവൻ ഖുർആൻ പാരായണം ചെയ്തു. അതുകൊണ്ട് യാ റബ്ബ് ഫശഫ്ഇനി, എനിക്ക് വേണ്ടി ഞാൻ നിന്നോട് ശുപാർശ ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ആ 2 പേരുടെയും ശുപാർശകൾ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന തലത്തിലേക്കുള്ള ആ ഒരു ഉപവാസം അനുഷ്ഠിക്കുന്നവരായി നാം മാറിയോ? ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഖുർആൻ പാരായണ പഠനങ്ങൾ, തിലാവത്തുകൾ സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദേഹേച്ഛകൾ പിടിച്ചു വയ്ക്കുന്നവരാണ് നോമ്പുകാരൻ്റെ ഒരു പ്രത്യേകത. ദേഹേച്ഛയോടുള്ള ആ ഒരു സമരമാണ് പരിശുദ്ധമായ റമളാൻ. സ്വന്തം ഇച്ഛകൾക്കെതിരെയുള്ള ഒരു ജിഹാദ് നടത്തുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ബാധ്യത. അവർക്കാകുന്നു സ്വർഗം. ദേഹേച്ഛകൾക്കെതിരെയുള്ള യുദ്ധം, സ്വന്തം ഇച്ഛകൾക്കെതിരെ ഖുർആനും സുന്നത്തുമായി മുന്നോട്ട് പോകേണ്ട ഒരു വിശ്വാസിനി, അങ്ങനെയുള്ളവർക്കാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിആത്തിൽ അല്ലാഹു പറയുകയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ. 2 കാര്യം ഒരാളിലുണ്ടോ? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാണ്. ആ 2 കാര്യങ്ങളും വിശ്വാസികളെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. റമളാൻ അതിനുള്ള പ്രചോദനമാണ്. ആ 2 കാര്യങ്ങളിൽ ഒന്ന്, റബ്ബിൻ്റെ സ്ഥാനം ഭയപ്പെടുക. അഥവാ നാളെ പരലോകത്ത് റബ്ബ് എന്നെ വിചാരണ ചെയ്യും, ആരുടെയും സഹായമില്ലാതെ എന്നുള്ള ആ ഒരു പരലോകത്തെക്കുറിച്ചുള്ള ഒരു ഭയം. അതോടൊപ്പം തന്നെ വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം, അതിനെ വിലക്കുക. സ്വന്തം ഇച്ഛകളെ വിലക്കുന്നവർ, അവർക്കാകുന്നു സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിനുള്ള ബാധ്യത നിറവേറ്റിയവരായി മാറിയിട്ടുണ്ടോ പരിശുദ്ധമായ ഈ റമളാനിൽ?
അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ്, അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നവരായിരിക്കണം നാം ഓരോരുത്തരും എല്ലാ വിഷയങ്ങളിലും. നോമ്പിൽ മാത്രമല്ല, നോമ്പല്ലാത്ത കാലഘട്ടത്തിലും അള്ളാഹുമായിട്ടുള്ള ഒരു കരാർ നാം എടുത്തിട്ടുണ്ട്. ആ കരാർ പാലിക്കുന്നവർ, വലാ യൻഖുദൂനൽ മീസാഖ്, ആ കരാറിനെ ഒരിക്കലും ലംഘിക്കാതിരിക്കുക. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ നിറവേറ്റുക. കുടുംബ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ, അതുപോലെയുള്ള ബന്ധങ്ങൾ അള്ളാഹു കൽപ്പിച്ചതാണ്. ആ കൽപ്പന നമുക്ക് എത്രമാത്രം ശിരസാൽ വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് സഹോദരങ്ങളെ. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുക, അള്ളാഹു കൽപ്പിച്ച ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കുക, ഇത്തരം കാര്യങ്ങൾ പരമാവധി ചെയ്ത വിശ്വാസികൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന ഒരു ഓഫറാണ്. വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. അവരുടെ പ്രത്യേകത റബ്ബിനെ ഭയപ്പെടുകയാണ്. നാളെ പാരത്രിക ലോകത്തിന്റെ വിചാരണയെയും അവർ ഭയപ്പെടുകയാണ്. അങ്ങനെ ഒരു നന്മ നിറഞ്ഞ ജീവിതമാണോ നമുക്കുള്ളത് എങ്കിൽ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സൂറത്തുർ റഅദിൽ കൂടി, വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖാ ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ളത്. റമളാൻ അതിനുള്ള മാസമാണ്, ക്ഷമിക്കുവാൻ പറ്റിയ മാസമാണ്, ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദിനങ്ങളാണ്. നമ്മോട് അക്ഷമരായി കൊണ്ട് വരുന്നവരോടും ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മാസമാണ്. എന്തിനു വേണ്ടിയാണ്? റമളാൻ അതിനുള്ള പ്രചോദനമാണ്. ഞാൻ റമളാനിലാണ് എന്നുള്ള ആ ഒരു ബോധം റബ്ബിന്റെ ലിഖാഇന് വേണ്ടി നാം ക്ഷമിച്ചവരാണ്. അങ്ങനെ ക്ഷമിക്കുന്നവരും വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തിയവരും വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൽ നിന്നും അവൻ നമുക്ക് നൽകിയ ദാനത്തിൽ നിന്നും ചെലവഴിക്കുന്നവരാണ്. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് നേരിട്ടവരുമാണവർ. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അത്തരക്കാർക്കാണ് ലോകത്തിന്റെ പര്യവസാനമുള്ളത്. വിശദീകരിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ റമളാനിൽ നാം നേടിയെടുത്തവരാണ്. ക്ഷമയോടുകൂടിനാണ് നാം ഈ റമളാനിൽ ജീവിതം നയിച്ചത്. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടവരാണ് നാം. നമസ്കാരം നിലനിർത്തിയവരാണ്. രഹസ്യമായും പരസ്യമായും നാം കൊടുത്തവരാണ്, ദാനം ചെയ്തവരാണ്. അത്തരക്കാർക്കാണ് റഹ്മാനായ റബ്ബ് പറയുന്നത് കുടുംബത്തോടൊപ്പം അവർ സ്വർഗത്തിലാണ്. അള്ളാഹു അത്തരം വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായി കൊള്ളുന്ന കാര്യമല്ല സഹോദരങ്ങളെ. ഈ വിഷയത്തിൽ എത്രത്തോളം നമുക്ക് ജീവിതത്തെ അടയാളപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ അവർക്ക് സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ, ഈ പറഞ്ഞ ഗുണങ്ങൾ ആരൊക്കെ ചെയ്തു തീർത്തുവോ അവർക്ക് അരുവിയൊഴുകുന്ന സ്വർഗം ഉറപ്പാണ്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അള്ളാഹുവിന്റെ വരദാനമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഇവർക്ക് ഒരുമിച്ച് സ്വർഗത്തിൽ പോകുവാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കും. വൽ മലായികത യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും. അത് അടിവരയിടണം സഹോദരങ്ങളെ. സലാമുൻ അലൈക്കും ബിമാ സബർതും. സ്വർഗവാതിലുകളിൽ കാവലാൾക്കാരായി നിൽക്കുന്ന മലക്കുകളുടെ അഭിവാദ്യം നാം സ്വീകരിക്കുകയാണ്. പ്രവേശിച്ചു കൊള്ളുക എന്ന് നമ്മുടെ കുടുംബത്തോടൊപ്പം പ്രവേശിക്കുവാൻ മലക്കുകൾ നമുക്ക് അനുവാദം നൽകുകയാണ്. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് മലക്കുകൾ നമുക്ക് അഭിവാദ്യം സമർപ്പിക്കുകയാണ്. എന്തേ നമുക്ക് അത്തരം ഒരു ഉന്നതമായ പദവി ലഭിക്കുവാനുണ്ടായ കാരണം? ബിമാ സ്വബർത്തും, ക്ഷമിച്ചതാണ്. നോമ്പ് ക്ഷമയുടെ മാസമാണ്.
വിശ്വാസിയുടെ ജീവിതം ക്ഷമയുടെ മാസമാണ്. പ്രബോധനം ക്ഷമയുടേതാണ്. ജീവിതത്തിൽ ഓരോ അടയാളപ്പെടുത്തലുകളും ക്ഷമയാണ് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് മുവഹ്ഹിദീങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. ഇന്നിന്റെ കാലഘട്ടത്തിൽ ക്ഷമ ഏറ്റവും വലിയ ഒരു ആയുധമാണ്. ആ ക്ഷമ കൈക്കൊള്ളുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ഫനിഅമ ഉഖ്ബദ്ദാർ, എത്ര നല്ല വാസസ്ഥലമാണ് ആ സ്വർഗം നേടിയവർ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷമയുടെ നല്ല ആളുകൾക്ക് നല്ല ഓഫറുകളാണ് വിശുദ്ധ ഖുർആനിൽ കൂടി. തഖ്വ നേടിയെടുത്തവർക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. തഖ്വ നേടിയെടുത്തവർക്കാണ് മലക്കുകളുടെ അഭിവാദ്യം ഉണ്ടാവുക. വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചവർക്ക് സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുവാനുള്ള അനുവാദം അല്ലാഹു നൽകുമെന്നാണ്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മലക്കുകളുടെ അഭിവാദ്യമാണ് അവിടെയും. തഖ്വ നേടിയെടുത്തവർക്ക് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുവാനുള്ള അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയവർക്ക് അവിടെ വെച്ചുകൊണ്ട് ആ സത്യവിശ്വാസികൾ പറയുമെന്നാണ് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സ്വദഖനാ വഅദഹു വഔറഥനൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈതുമാ നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവേ, അത്തരം മുത്തഖീങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. കുടുംബത്തോടൊപ്പം നിന്റെ വരദാനമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ആ ഒരു തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതിനുള്ള തഖ്വ നേടിയെടുക്കുവാൻ റമളാനിൽ മറ്റുള്ള മാസങ്ങളിലും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. സഹോദരങ്ങളെ, അവിടെ വെച്ചുകൊണ്ട് പറയുമെന്നാണ് അൽഹംദുലില്ലാഹ്, റബ്ബിനാണ് സർവസ്തുതിയും. സ്വദഖനാ വഅദഹു വഔറഥനൽ അർള്, വാഗ്ദാനം സത്യമായി പാലിച്ച സ്വർഗഭൂമി അവകാശമാക്കി തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. റബ്ബേ, നീ നേർവഴിയിൽ ഞങ്ങളെ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്കിത് സാധ്യമാവുക എന്ന് സ്വർഗാവകാശികൾ പറയുന്ന ആയത്ത് സൂറത്തുൽ അറാഫിലെ 43-ാമത്തെ ആയത്തിൽ അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹുവിന്റെ വരദാനമാണ് സഹോദരങ്ങളെ നമ്മുടെ ഹിദായത്ത്. ഹിദായത്ത് ലഭിച്ചവരാണ് നാം. ആ ഹിദായത്ത് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് നാം ഈ സാഹചര്യത്തിൽ ജീവിക്കുന്നത്. പരിശുദ്ധമായ ഈ തൗഹീദ് ഈ മസ്ജിദിൽ വന്നുകൊണ്ട് ഇബാദത്തിന് അർഹമാകുന്നത് ആ തൗഹീദ് ലഭിച്ചത് കൊണ്ടാണ്. സ്വർഗം ലഭിക്കുവാനുള്ള ഒരു കാരണവും റഹ്മാനായ റബ്ബ് പറയുകയാണ്, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഇത് ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന്, സ്വർഗം ഞങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് പറയുന്ന ആ ഒരു സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുവാനുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമാണ് വിശ്വാസികളെ റമളാനിൽ നമുക്കുണ്ടാകേണ്ടത്. സ്വർഗത്തിലെ റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടിയായിരിക്കണം നമ്മെ വിളിക്കപ്പെടേണ്ടത്. സ്വർഗത്തിൽ വാതിലുകൾ പല രീതിയിലുമുണ്ട്. സ്വതക്ക ചെയ്തവർക്ക്, നമസ്കരിച്ചവർക്ക്, ജിഹാദ് ചെയ്തവർക്ക്, അങ്ങനെ ഓരോ വിഭാഗക്കാർക്കും ഓരോ വാതിലുകൾ. അതിൽ കൂടിയായിരിക്കും അവർ പ്രവേശിക്കുക. നോമ്പുകാർക്ക് റയ്യാൻ എന്നുള്ള വാതിൽ, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? വിളിച്ചു പറയുമെന്നാണ് മലക്കുകൾ. റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഇതിലേക്ക് വരുവീൻ എന്ന് റഹ്മാനായ റബ്ബിന്റെ മലക്കുകൾ പറയുമ്പോൾ സാധ്യമാകണം സഹോദരങ്ങളെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ. തുടർച്ചയുണ്ടാകണം സഹോദരങ്ങളെ നാം റമളാനിൽ നേടിയെടുത്ത ഇബാദത്തുകൾക്ക്. മക്കയിൽ ജീവിച്ചിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിലെ 92-ാമത്തെ ആയത്തിൽ പറയുന്നു, അതുപോലെ നിങ്ങൾ ആകരുത്. മക്കയിൽ ജീവിച്ച ധിക്കാരിയായ ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. വലാ തകൂനു കല്ലത്തി നഖലത അസ്ലഹാ മിൻ ബഅദ് ഖുവ്വത്തിൻ അൻകാസാ. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളായി പിരിച്ച് ഉടഞ്ഞു കളഞ്ഞ ഒരു സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. ആ സ്ത്രീ പരിശ്രമിച്ചു.
ആ സ്ത്രീ അവസാനം അതിന് ഉടച്ചു കളഞ്ഞു. അതുപോലെ വിശ്വാസികളെ നിങ്ങൾ ആകരുത്. റമദാനിൽ നേടിയെടുത്ത ഇബാദത്തുകൾക്ക് തുടർച്ച വേണം സഹോദരങ്ങളെ. സുബഹിലെ ജമാഅത്ത് അതിപ്രാധാന്യമാണ്, മറ്റുള്ള ജമാഅത്തും അതിപ്രാധാന്യമാണ്. മസ്ജിദുകളുമായിട്ടുള്ള ബന്ധം സ്ത്രീ പുരുഷന്മാർക്ക് അനിവാര്യമാണ്. അർശിന്റെ തണൽ ലഭിക്കുക മസ്ജിദുകളുമായി ബന്ധമുള്ള ഖൽബുകൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഖൽബ് മസ്ജിദുകളുമായി ഒരു ബന്ധം വേണം. അർശിന്റെ തണൽ 7 വിഭാഗത്തിൽ ഒന്ന് അവർക്കുള്ളതാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും മസ്ജിദുമായിട്ടുള്ള ഒരു അഭിനിവേശം, അള്ളാഹുവിന്റെ ഭവനങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം, അത് റമദാനിന് ശേഷവും ഉണ്ടാകണം സഹോദരങ്ങളെ. സ്വതക്കകൾ റമദാനിൽ മാത്രമല്ല, രഹസ്യമായും പരസ്യമായും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ സമ്പത്തിൽ നിന്നും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, മസ്ജിദുകൾക്ക് വേണ്ടിയുള്ള, അതുപോലെയുള്ള അനാഥാലയങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾക്ക് വേണ്ടി റബ്ബിന്റെ സമ്പത്താണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ അധ്വാനമാണെങ്കിലും റബ്ബ് നമുക്ക് നൽകിയ ഒരു പരീക്ഷണമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് റമദാനിന് ശേഷവും തുടരണം. മാ നഖസദ സദഖത്തും മിൻ മാലിൻ, സ്വതക്ക നൽകിയ സമ്പത്തിൽ നിന്നും കുറവ് വന്നിട്ടില്ല ഒരാൾക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുർആൻ പാരായണത്തിൽ കൂടി അള്ളാഹുവിന്റെ അഹ്ലുകാരായി നാം മാറണം. റമദാനിന് ശേഷവും അത് തുടരണം. രാത്രി നമസ്കാരം റമദാനോടുകൂടി നിർത്തിക്കളയരുത്. വിത്ര നമസ്കാരവും തഹജ്ജുദും റമദാനിന് ശേഷവും ഉണ്ട്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ ഉദാഹരിച്ച ഒരു മരം പോലെയാകണം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിന്റെ മുച്ചൂടും. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറതൻ തയ്യിബതൻ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീനൻ ബിഇദ്നി റബ്ബിഹാ. അല്ലാഹുവിന്റെ ഉദാഹരണം എത്ര മഹത്തരമാണ് സഹോദരങ്ങളെ. നല്ല ഒരു വചനത്തിന് നല്ല ഒരു മരം അല്ലാഹുവിന്റെ ഉപമയാണ്. അതിന്റെ മുരടാകട്ടെ ഉറച്ചു നിൽക്കും. എത്ര പ്രതികൂല കാലാവസ്ഥ, കാറ്റും മഴയും കോളും വന്നാലും അത് അനങ്ങുകയില്ല. കാരണം മുരട് ഉറച്ചതാണ്. എല്ലാ സമയങ്ങളിലും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അതിന്റെ കായ്കനികൾ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഫലം നൽകിക്കൊണ്ടേയിരിക്കും. അത് റമദാനിൽ മാത്രമല്ല, ജീവിതാന്ത്യം വരെയും അള്ളാഹു നമുക്ക് നൽകിയ റിസ്ഖ്, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് ഒരിക്കലും കുറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ഒരു വിശ്വാസിയുടെ അന്ത്യകർമ്മമാണ് അല്ലാഹു തആല പരിഗണിക്കുക എന്ന് നാം മനസ്സിലാക്കിയവരാണ്. പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. റമദാൻ 20-ന് ശേഷം സഫുകളിൽ ജമാഅത്തിന്റെ കുറവ്, തറാവികളിൽ സഫുകളുടെ കുറവ്, മറ്റുള്ള ജമാഅത്തുകളിലും സഫുകളിലെ കുറവ് എന്തുകൊണ്ട് സംഭവിച്ചു? നമുക്ക് ആദ്യ സമയങ്ങളിലുള്ള ആ ഉത്സാഹവും ആ പ്രേരണയും എന്തുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. ഒരു മനുഷ്യന്റെ അമലുകളെ പരിഗണിക്കുക അവന്റെ അന്ത്യമാണ്. കാരണം അവസാന സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് അള്ളാഹു പരിഗണിക്കുക. എപ്പോഴാണ് നമ്മുടെ അന്ത്യമുണ്ടാവുക? ആ അന്ത്യമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ അമലുകൾക്കുള്ള പരിഗണന ഉണ്ടാകണം. എങ്ങനെ സാധിക്കുന്നു വിശ്വാസികളെ? 20-ന് ശേഷം മസ്ജിദുകളുടെ ആ ഒരു ഒഴുക്ക് തടയുന്നത്, 20-ന് ശേഷം ജമാഅത്തിലെ കുറവ് എന്തുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഒരു ആത്മവിചിന്തനമാണ് വിശ്വാസികളെ നമുക്കുണ്ടാകേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ റമദാനിലെ കരുത്തും ആ ഊർജവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ കൂടികളാകരുത്, മക്കയിലെ സ്ത്രീയെ പോലെ നിങ്ങളാകരുത്. അനുഷ്ഠിച്ച കർമ്മങ്ങൾക്ക് ഒരു തുടർച്ചയോടെ നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകണം സഹോദരങ്ങളെ.
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ. ഒരാൾ ദീർഘകാലം സ്വർഗാവകാശികളുടെ കർമ്മം ചെയ്യുകയാണ്. അവസാന സമയത്ത് നരകാവകാശികളുടെ കർമ്മം ചെയ്യുന്നു. ഫയജഅലുഹു മിൻ അഹ്ലിൻ നാർ. ആദ്യം എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അല്ലാഹ് പരിഗണിക്കുകയില്ല. അവസാന സമയത്ത് അമലുകളാണ് പരിഗണിക്കുക. അങ്ങനെ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും നന്മകളിലാണ് എങ്കിലും അവസാന സമയത്ത് ആ കർമ്മങ്ങൾ നരകാവകാശികളുടേതാണ് എങ്കിൽ നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? എപ്പോഴാണ് അവന്റെ അന്ത്യം? അന്ത്യസമയത്തായിരിക്കണം നമ്മുടെ നെറ്റിത്തടം വിയർപ്പോടുകൂടിയായിരിക്കണം ഈ ലോകത്തു നിന്നും പുറപ്പെടേണ്ടത്. സന്തോഷത്തോടുകൂടി ഈ ലോകത്തു നിന്നും പുറപ്പെടുവാൻ സാധിക്കണം. അള്ളാഹുവിന്റെ മലക്കുകൾ മരണത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പറയുവാൻ സാധിക്കണം, നമ്മുടെ മരണസമയത്ത് സ്വർഗാവകാശിയാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ജീവിതത്തിൽ ശിരസാൽ വഹിച്ചവരാണ്. ഒരു റമദാൻ നമ്മിലേക്ക് വന്നിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എങ്കിൽ, അതുകൊണ്ട് നന്മകൾ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യാ ബാഇൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവരെ, അഖ്ബിൽ, മുന്നോട്ട് വരിക. യാ ബാഇയ ശർ, തിന്മയാണോ നീ ഉദ്ദേശിക്കുന്നത്, പിറകോട്ട് പോവുക. ഏതിലാണ് നാം ഉള്ളത് സഹോദരങ്ങളെ? നന്മയുടെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഈ പറഞ്ഞ നന്മകളെല്ലാം ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? റയ്യാൻ നമ്മെ കാത്തിരിക്കുകയാണ്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി പ്രവേശിക്കുവാനുള്ള ആ ഒരു അമലു സ്വാലിഹാത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, സമയം കുറച്ചുകൂടി ഉണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ ആയുസ് നൽകുകയാണെങ്കിൽ ഇനിയും ഒരാഴ്ചയോളം ഉണ്ട്. രാത്രിയിലുള്ള നമസ്കാരത്തിൽ, ഇഅ്തികാഫിൽ, ഖുർആൻ പാരായണത്തിൽ, മറ്റുള്ള നന്മകളിലൊക്കെ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ്. ചോദിക്കുന്നവർ എവിടെ എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുമെന്നാണ്. രാത്രിയുടെ 1/3 മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്റെ അടിയാറുകൾ എവിടെ? എന്നോട് ചോദിക്കുന്നവർ എവിടെ? എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നവർ എവിടെ? എന്നോട് പാപമോചനം തേടുന്നവർ എവിടെ? ഞാൻ കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് കാരുണ്യവാനായ റബ്ബ് പറയുമ്പോൾ അത് നേടിയെടുക്കേണ്ട വിശ്വാസികളെ, റമളാനും അല്ലാത്ത മാസങ്ങളും നമ്മൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന റമളാനിൽ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അത്താഴ സമയത്ത് റബ്ബിനോട് ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഈ 10 ദിവസങ്ങളും അതിനു വേണ്ടിയുള്ള ദിനങ്ങളാണ്. അതിൽ നിന്നും കുറച്ച് ദിവസം കൊഴിഞ്ഞുപോയി. മസ്ജിദുകളിൽ ഇഅ്തികാഫിന്റെ സമയമാണ്. എന്ത് ഉദ്റാണ് നമ്മുടെ മുന്നിലുള്ളത്? അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം, ആ സുഹത്ത്. അതുകൊണ്ട് മസ്ജിദുകളെ ധന്യമാക്കിയിട്ടില്ല എങ്കിൽ, അതുകൊണ്ട് മസ്ജിദുകളെ നാം ഹയാത്താക്കിയില്ല എങ്കിൽ എന്ത് ന്യായമാണ് നമുക്കുള്ളത് സഹോദരങ്ങളെ? റിയാഇന്റെ ദോഷവശങ്ങളെ കുറിച്ചെല്ലാം പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രകടനപരത, നാം ചെയ്യുന്ന അമലുകൾ മറ്റുള്ളവരിൽ ലിഖാഇന് വേണ്ടിയാകരുത്. അങ്ങനെയൊക്കെ സൂക്ഷ്മതയോടുകൂടി പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ 10 രാവുകളും മസ്ജിദുകളിലായിരുന്നു ധന്യമാക്കിയത്. സാധ്യമാകുന്നുണ്ടോ നമുക്ക്? എന്ത് ന്യായമാണ് നമുക്ക് പറയുവാനുള്ളത്? പരിശുദ്ധമായ ഈ തൗഹീദി മസ്ജിദിൽ അല്ലാഹു അല്ലാത്തവരെ ഒരാളോടും പ്രാർത്ഥിക്കാത്ത ശുദ്ധമായ തൗഹീദി മസ്ജിദിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പരിശുദ്ധമായ ഈ ഭവനത്തിൽ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചുകൂടാ? എന്തുകൊണ്ട് ഇഅ്തികാഫ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിക്കൂടാ? എന്ത് ന്യായമാണ് സഹോദരങ്ങളെ നമുക്ക് പറയുവാനുള്ളത്? ഇഅ്തികാഫിൽ ഇരുന്നു കൊണ്ട് റബ്ബിന്റെ ഖുർആൻ പാരായണം ചെയ്യുക. ഒരു ജുസ്അെങ്കിലും പാരായണം ചെയ്തുകൊണ്ട് ഇഅ്തികാഫിന് വേണ്ടി. സഹോദരങ്ങളെ, അടുത്ത റമളാനിൽ നമുക്ക് സാധ്യമാണോ? ആർക്ക് ഉറപ്പുണ്ട് അടുത്ത റമളാനിൽ നാം ജീവിച്ചിരിക്കുമെന്ന്?
ഓരോ കേട്ടുകൊണ്ടിരിക്കുന്ന മരണവാർത്തയുടെയും സങ്കടപ്പെടുത്തലുകൾ, ഓരോ സഹോദരങ്ങളുടെയും സങ്കടപ്പെടുത്തുന്ന രോഗാവസ്ഥകൾ, പരസഹായത്തോടുകൂടി മാത്രം നടക്കാൻ സാധിക്കുന്ന എത്രയെത്ര യുവാക്കൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. നമുക്ക് ഉറപ്പുണ്ടോ ഈ ആരോഗ്യത്തോടെയുള്ള ശരീരം നാളെ നിലനിൽക്കുമെന്ന്? റബ്ബ് തന്ന ആരോഗ്യമല്ലേ, റബ്ബ് തന്ന ഒഴിവ് സമയമല്ലേ? ആ രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ആ ഒരു രീതിയിലാണോ നമ്മുടെ ജീവിതം സഹോദരങ്ങളെ? ആ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യമില്ലേ? നമ്മുടെ ആയുസ്സിനെ കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആയുസ്, നമ്മുടെ സമ്പത്ത്, എല്ലാറ്റിനെ കുറിച്ചും ചോദ്യമുണ്ട്. വെറുതെ വിടുമെന്ന് നാം വിചാരിക്കുന്നുണ്ടോ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ദിവസം നമ്മിലേക്ക് വരാനുണ്ട് എന്നുള്ള ആ ഒരു ബോധം, ആ ബോധം മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്വാസികളെ മസ്ജിദുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് രാത്രിയുടെ ഇഅ്തികാഫിൽ, വീടുകളെക്കാളും എത്രയോ പവിത്രമാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. വീടുകളിൽ സാധ്യമല്ലല്ലോ, അത് മസ്ജിദുകളിൽ മാത്രം സാധ്യമാകുന്ന ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്. ആ ഇഅ്തികാഫിൽ നമ്മുടെ ജീവിതം ധന്യമാക്കുന്നില്ല എങ്കിൽ ഇനി എപ്പോഴാണ് സഹോദരങ്ങളെ? ഈ ആരോഗ്യത്തോടുകൂടി വിചാരിക്കുന്നുണ്ടോ നാം ഈ കോണിപ്പടി കയറി വരുന്നത് പോലും എന്തുമാത്രം ബുദ്ധിമുട്ടായി എത്രയോ സഹോദരങ്ങൾ നമുക്കറിയാം വേച്ച് നടന്നു വരികയാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ നമ്മൾ തലകുനിച്ചു കൊടുത്തേ പറ്റൂ. എന്തേ നാം മസ്ജിദിലേക്ക് വരുന്നത്? ആ റബ്ബിലേക്ക് അടുക്കുവാൻ. ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആരോഗ്യത്തിന് വേണ്ടി മാത്രം റബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നു. നമുക്കിപ്പോഴുള്ള 6 പാക്ക് ആരോഗ്യമുണ്ടല്ലോ, ഒരു നിമിഷം മതി. ആ ആരോഗ്യത്തോടു കൂടിയുള്ള ആ ഒരു പ്രായത്തിൽ ആ റബ്ബിനെ മറന്നു കളയണ്ട. റബ്ബെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകിയ ആരോഗ്യം ആഗോളതലത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്തു വച്ചിരിക്കുന്ന കെടുതികൾ നമ്മുടെ വീടിന്റെ അടുക്കളയെ പോലും ബാധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യ യുദ്ധം, കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധം. ധിക്കാരികൾ അഴിഞ്ഞാടുകയാണ് ലോകത്ത്. നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ഈ റമദാനിൽ? പ്രാർത്ഥനയല്ലാതെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആയുധമാണ് സഹോദരങ്ങളെ. ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് അത്താഴത്തിന്റെ സമയമെന്ന് വിശുദ്ധ ഖുർആൻ. അത്താഴത്തിനുള്ള അവസരവും നമ്മുടെ മസ്ജിദിലുണ്ട്. എത്ര സമയങ്ങളാണ് നാം പാഴാക്കി കളയുന്നത്? ആരോടുള്ള ആ അമർഷമാണ്, ആരോടുള്ള പോരാണ് നാം കാണിക്കുന്നത്? റബ്ബിനോടുള്ള പോരോ, മസ്ജിദിനോടുള്ള വെറുപ്പോ, ഇഅ്തികാഫിനോടുള്ള വിദ്വേഷമോ? പിടിക്കപ്പെടും. നമ്മെ പിടിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് വിലപിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ കൂടെ നമ്മുടെ അമലുകൾ മാത്രം വരുന്ന വല്ലാത്ത ഒരു സമയം നമുക്കുണ്ട്. ഒറ്റക്കൊറ്റയ്ക്ക് നാം നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളുണ്ട്. ആരും കൂട്ടിനുണ്ടാവുകയില്ല. നാട്ടുകാരോ വീട്ടുകാരോ പ്രിയതമയോ മക്കളോ ആരുടെയും തുണയില്ലാത്ത ഒരു ദിവസം പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്കുള്ള കരുതിവെപ്പ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എന്തുണ്ട് നമ്മുടെ പാഥേയത്തിൽ? എന്തുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ? ഈ റമദാനിൽ നേടിയെടുക്കുന്ന അമലുകൾ 1:700 പുണ്യമെന്ന് പ്രവാചകർ പഠിപ്പിച്ചു. 7000 എന്നും പഠിപ്പിച്ചു. റമദാൻ എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ തന്നെ നൽകും എന്ന റഹ്മാനായ റബ്ബ് ഈ റമദാനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എങ്കിൽ വിശ്വാസികളെ, ആ റമദാനിൽ നാം ചെയ്യുന്ന ഇഅ്തികാഫും തിലാവത്തുൽ ഖുർആനും സ്വതക്കകളും മറ്റുള്ള സുഹൃതങ്ങളും എത്രമാത്രം വിലയേറിയതാണ്. സാധ്യമാകുമോ അടുത്ത റമദാനിൽ? അതുകൊണ്ട് സമയം നഷ്ടപ്പെട്ടില്ല സഹോദരങ്ങളെ. ഇനിയും ഉണ്ട് ഒരാഴ്ചയോളം. മസ്ജിദുകളുമായി ബന്ധപ്പെടണം, ഇബാദത്തുകളുമായി മുഴുകണം, ഇഅ്തികാഫുമായിട്ട് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം. റഹ്മാനായ റബ്ബ്
അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. സ്വന്തത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം ലോക സമാധാനത്തിന് വേണ്ടി പശ്ചിമേഷ്യ വല്ലാത്ത ഒരു തലത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞുവല്ലോ, നമ്മുടെ അടുക്കളയെപ്പോലും ബാധിക്കുന്ന ഭീമത്സകരമായ ആ യുദ്ധത്തിന്റെ കെടുതികൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. റമദാനിൽ മാത്രം അക്രമത്തിന് വേണ്ടി തുനിയുന്ന ധിക്കാരികളായിട്ടുള്ള ഭരണാധികാരികൾ, റഹ്മാനെ, നമ്രൂദിനെ പിടിച്ചു നിർത്തിയ അല്ലാഹ്, ഫിറഔനെ മുക്കിക്കൊന്നു കളഞ്ഞ റബ്ബേ, നീ ഇടപെടണം അല്ലാഹു എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ കണ്ടനാടങ്ങളിൽ ഉയരണം. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരണം, അല്ലാഹുവിന്റെ ഖജനാവിലേക്ക് ഉയരണം. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ലോക സമാധാനത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി, രാജ്യ സമാധാനത്തിന് വേണ്ടി, നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനകൾ വിശ്വാസികളെ നാളെ പരലോക രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഇബാദത്തിനോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.